നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇത് ഓരോ മലയാളിയും അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളാണ്. 2021 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് KSEBയുടെ ഒരു വലിയ പരസ്യം പ്രത്യക്ഷപ്പെട്ടിരുന്നു. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ ഒരുമിച്ച് നൽകുന്ന സ്ഥാപനമെന്ന നിലയ്ക്കായിരുന്നു ആ പരസ്യം. 2021 തൊട്ടു മുൻപ് 3.5 വർഷത്തിനുള്ളിൽ വിവിധ തസ്തികകളിലേക്ക് 4721 പേർക്ക് നിയമനം നൽകിയെന്നായിരുന്നു അന്ന് KSEBയുടെ പരസ്യം. കാട്ടിലെ തടി തേവരുടെ ആന, ഇതാണ് KSEB ഉദ്യോഗസ്ഥരുടെയൊക്കെ മനസ്സിലിരിപ്പ്. തൊട്ടടുത്ത സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ വൈദ്യുതി നിരക്ക് കൊടുക്കാൻ വിധിക്കപ്പെട്ടവരാണ് കേരളത്തിലെ ജനങ്ങൾ. ഭാരിച്ച ഈ വൈദ്യുതി ചാർജ് കൃത്യമായി അടയ്ക്കാൻ ഏതെങ്കിലും തരത്തിൽ ജനങ്ങൾ വീഴ്ച വരുത്തിയാൽ തൊട്ടടുത്ത ദിവസം തന്നെ KSEB കണക്ഷൻ വിച്ഛേദിക്കും. അടിക്കടി നിരക്കുയർത്തി ജനങ്ങളുടെ മേൽ കടുത്ത ഭാരമാണ് ഈ KSEB കെട്ടിവെക്കുന്നത്. കേരളത്തിലെ ഏക കുത്തക സ്ഥാപനമായതുകൊണ്ട് ജനങ്ങൾക്കിത് ചോദ്യം ചെയ്യാനുള്ള അവകാശവുമില്ല. KSEBയുടെ പിന്നാലെ നടക്കണം. എന്നാൽ എന്താണ് KSEBയുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പൂർണ്ണമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി ഒരു പ്രസ്താവന നടത്തിയിരുന്നു. KSEB കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലെന്നാണ് അന്ന് മന്ത്രി വിശദീകരിച്ചത്. 1180 കോടിയുടെ അധിക ചെലവും 11,000 കോടിയുടെ കടബാധ്യതയുമുണ്ട് എന്ന് മന്ത്രി അന്ന് വിശദീകരിച്ചു. പവർ എക്സ്ചേഞ്ചിൽ നിന്ന് വൈദ്യുതി വാങ്ങുമ്പോൾ തുക മുൻകൂറായി നൽകണമെന്ന വ്യവസ്ഥ KSEBയിൽ കടുത്ത സമ്മർദ്ദമുണ്ടാക്കുന്നുവെന്നാണ് മന്ത്രി വിശദീകരിച്ചത്. 2022-23 സാമ്പത്തിക വർഷത്തിൽ KSEBയുടെ നഷ്ടം 1023.62 കോടി രൂപ. ഇതിന്റെ 75% 767.715 കോടി രൂപ സർക്കാർ ഏറ്റെടുത്തു. KSEB വരുത്തിവെക്കുന്ന നഷ്ടം നമ്മുടെ ഖജനാവിനെ വീണ്ടും ശുഷ്കമാകുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടു നിൽക്കുന്ന കേരളത്തെ സംബന്ധിച്ച് വലിയ ദുരന്തക്കയത്തിലേക്കാണ് ഈ KSEB ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നത് എന്ന് വ്യക്തം. എന്നാൽ KSEB ഇപ്പോൾ എത്തിപ്പെട്ട സാഹചര്യത്തിന് പിന്നിൽ അവരുടെ തന്നെ കെടുകാര്യസ്ഥതയും ധാർഷ്ട്യവും തന്നിഷ്ടവുമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് പുതിയ കണക്കുകൾ. സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരമില്ലാതെ KSEB ലിമിറ്റഡ് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയത് ദുർബലമായ കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതിയെ കൂടുതൽ തളർത്തുമെന്നാണ് ഇപ്പോൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട്. CAG റിപ്പോർട്ടിൽ ഭയാനകമായ പലതുമുണ്ട്. കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും കേരള സർക്കാരിന്റെ ഉത്തരവുകളും ലംഘിച്ച് ശമ്പള പരിഷ്കരണം തുടർച്ചയായി KSEB നടപ്പാക്കി. ഇതുവഴി 1011 കോടി രൂപയും പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഇനത്തിൽ 306.66 കോടിയും അനിയന്ത്രിതമായി ചെലവഴിച്ചുവെന്നാണ് CAG കണ്ടെത്തിയിരിക്കുന്നത്. കമ്പനിയുടെ ചട്ടങ്ങൾ പ്രകാരം ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കുന്നതിന് കേരള സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണം. എന്നാൽ KSEBയുടെ ഡയറക്ടർ ബോർഡ് 2021 ഫെബ്രുവരി 26 സർക്കാരിന്റെ അംഗീകാരമില്ലാതെ ജീവനക്കാരുടെ ശമ്പളവും അലവൻസുകളുമൊക്കെ അങ്ങ് പരിഷ്കരിച്ചു. ഒപ്പം പെൻഷനും. 2021 മാത്രം സ്ഥിതിവിശേഷമായിരുന്നില്ല ഇത്. 1995 മുതൽ ഓരോ 5 വർഷം കൂടുമ്പോഴും ഇത്തരം ശമ്പള പരിഷ്കരണം KSEB നടപ്പിൽ വരുത്തി. 1995, 2001, 2007, 2011, 2016 എന്നീ വർഷങ്ങളിലൊക്കെ ഇത്തരം ക്രമരഹിതമായ പരിഷ്കരണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് CAG ചൂണ്ടിക്കാട്ടി. ഏറ്റവും ഒടുവിൽ 2021 ശമ്പള പരിഷ്കരണം മൂലമുള്ള വാർഷിക സാമ്പത്തിക ബാധ്യത പ്രതിവർഷം 543 കോടി രൂപ. എന്തുകൊണ്ടാണ് KSEB ഇത്ര വലിയ സാമ്പത്തിക ദുരന്തക്കയത്തിലേക്ക് പതിച്ചത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ കണക്കുകൂടി നമ്മൾ ഒന്ന് പരിശോധിക്കണം. ഈ ശമ്പള പരിഷ്കരണത്തിന്റെ ഫലമായി 2017-18 മുതൽ 2020-21 വരെയുള്ള കാലയളവിൽ ശമ്പള ചെലവ് കമ്പനിയുടെ വരുമാനത്തിന്റെ 23.77% നിന്ന് 46.59% വർദ്ധിച്ചു. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ടനിയമനത്തെ ചേർത്ത് വായിക്കേണ്ടത്. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ആകെ വരുമാനത്തിൻ്റെ 46.59% ശമ്പളത്തിന്. പിന്നെ എങ്ങനെയാണ് ഈ KSEB എന്നെങ്കിലും രക്ഷപ്പെടുക? വിരമിക്കൽ ആനുകൂല്യങ്ങളിൽ
14,152.56 കോടിയുടെ കുത്തനെയുള്ള വർധനവിന് പ്രധാന കാരണം ശമ്പള പരിഷ്കരണമായിരുന്നു എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് CAG. സർക്കാർ നിർദ്ദേശങ്ങൾ അവഗണിച്ചതിന് ഗ്രാന്റ് തടഞ്ഞുവെക്കണമെന്നും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും ധനവകുപ്പ് നേരത്തെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എങ്കിലും അതിന് വൈദ്യുതി വകുപ്പ് തയ്യാറായില്ല. ഈ ശുപാർശ വൈദ്യുതി വകുപ്പ് നടപ്പിലാക്കണമെന്നാണ് ഇപ്പോൾ CAGയുടെ നിർദ്ദേശം. മുൻകൂർ അനുമതിയോടെ മാത്രമേ ശമ്പളവും അലവൻസുകളും പെൻഷനുമൊക്കെ കമ്പനി പരിഷ്കരിക്കാവൂ എന്നും CAG ഉറപ്പിച്ചു പറയുന്നു. ചുരുക്കത്തിൽ തന്നിഷ്ടം ഉദ്യോഗസ്ഥർക്കും ഇഷ്ടക്കാർക്കുമൊക്കെ വാരിക്കോരി കൊടുത്തതിന്റെ ഫലം അതാണ് ഇപ്പോൾ KSEBയെ വേട്ടയാടുന്നത്. എന്നാൽ ഓരോ വർഷവും KSEB വരുത്തിവെക്കുന്ന നഷ്ടത്തിന്റെ 75% ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിന്. ശമ്പള ചെലവിന് പുറമെ പെൻഷൻ കൂടി KSEBയുടെ ബാധ്യതയാകുന്നതോടെ പെൻഷന്റെ ഭാവി ബോർഡിനെ മാത്രമല്ല വിരമിച്ചവരെയും ആശങ്കയിലാഴ്ത്തും. 26,000 കോടി രൂപയുടെ ബാധ്യതയാണ് KSEB പെൻഷൻ ഇനത്തിൽ കൊടുക്കാനുള്ളത്. ഈ പെൻഷൻ ബാധ്യത നിറവേറ്റാൻ രൂപവൽക്കരിച്ച മാസ്റ്റർ ബോണ്ടിലേക്കുള്ള മുതലും പലിശയും KSEBയുടെ ചിലവിനത്തിൽപ്പെടും. ഇതൊക്കെ ജനങ്ങളിൽ നിന്ന് വൈദ്യുതി നിരക്കായി പിഴിഞ്ഞെടുക്കും എന്നർത്ഥം. 2013 KSEB കമ്പനിയാക്കിയത്. അതിനു മുമ്പും ശേഷവുമുള്ള ജീവനക്കാരുടെ പെൻഷൻ ബാധ്യത നിറവേറ്റാൻ മാസ്റ്റർ ട്രസ്റ്റ് സംവിധാനമൊരുക്കി. ഇതിനായി 8,144 കോടിയുടെ ബോണ്ട് KSEBയും 3,751 കോടിയുടേത് സർക്കാരും ഇറക്കി. പൊതുമേഖലാ സ്ഥാപനമായ KSEB എന്തുകൊണ്ട് രക്ഷപ്പെടുന്നില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കണം ഈ കണക്കുകളിൽ നിന്ന്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. വീണ്ടും വീണ്ടും വൈദ്യുതി നിരക്കുയർത്തി സാധാരണ ജനങ്ങളെ കൊള്ളയടിക്കുക മാത്രമാണ് ഈ KSEB എന്ന കമ്പനിയുടെ മുന്നിൽ ഇനിയുള്ള ഏക പോംവഴി. അതാവട്ടെ കൂടുതൽ ദുരിതക്കയത്തിലേക്ക് ജനങ്ങളെ തള്ളിയിടും. പുതിയ സാങ്കേതിക വിദ്യയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറൈസേഷൻ തുടങ്ങി പുതിയ സാങ്കേതിക വിദ്യയിൽ എത്തി നിൽക്കുമ്പോൾ പഴയ നിരവധി തസ്തികകൾ ഒഴിവാക്കേണ്ടതുണ്ട്. ജീവനക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ തസ്തികകൾ പുനഃക്രമീകരിക്കേണ്ടതുണ്ട്. അതിനൊന്നും തയ്യാറാവാതെ കുറേയേറെ വെള്ളാനകളെ തീറ്റിപ്പോറ്റുകയാണ് ഈ KSEB. ആ തീറ്റിപ്പോറ്റേണ്ട ഉത്തരവാദിത്വം പാവം ജനത്തിനും അനുഭവിക്കുക തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.